ഈ കാണുന്ന വീടിന് ഒരു മനുഷ്യായുസിന്റെ പകുതി എന്ന് വെച്ചാൽ അടുത്ത 30 വർഷത്തേക്ക് 1 രൂപ പോലും കറണ്ട് ബില്ല് അടയ്ക്കണ്ട. അതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന സോളാർ പാനൽ, ഇതിന് എത്ര രൂപ ബ്രോ ചിലവ് ആകെ വന്നിരിക്കുന്നത്? സബ്സിഡി കഴിഞ്ഞിട്ട് 2,43,000 രൂപ. വെറും 2,43,000 രൂപ ലൈഫിൽ ഒരു തവണ മുടക്കിയാൽ ലൈഫ് ലോങ് പകുതി, അതായത് ഒരു മനുഷ്യായുസിന്റെ പകുതി, പിന്നെ 1 രൂപ പോലും കറണ്ട് ബില്ല് അടയ്ക്കണം. ബ്രോ, ഇത് നമ്മുടെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഈ പാനലിന്റെ പ്രത്യേകതകൾ എന്നാണ്, നിങ്ങളുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് എന്നാണ്, പെട്ടെന്ന് പറയണം, സമയമില്ല. നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന അദാനിയുടെ മോണോപ്പർക്ക് ഹാഫ് കട്ട് ബൈഫേഷ്യൽ ടോപ്പ് കോൺ പാനലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വെക്കുന്നത് ഗാൽവനൈസ്ഡ് ഹോട്ട് ഡിപ്പ് സ്ട്രക്ചർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. തുരുമ്പ് പിടിക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല. നമ്മുടെ കമ്പനിയുടെ നെയിം യൂണീക്ക് എനർജി എന്നാണ്. നമ്മൾ കോട്ടയത്താണ് നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത്. കോട്ടയം കേരളം മുഴുവൻ ചെയ്യത്തില്ല, മൊത്തം കേരളം മൊത്തം ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രേക്ഷകർക്ക് ഏറെക്കുറെ ധാരണയായിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് തരുന്ന സബ്സിഡി എത്രയാണ്, നിങ്ങളുടെ വീടിന് യോജിച്ച എത്ര യൂണിറ്റ് സോളാർ ആണ്, അങ്ങനെ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസ്, ഈവൻ ബാങ്ക് ലോണിന്റെ ഡീറ്റെയിൽസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഫസ്റ്റ് കമന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കുക. അതോടൊപ്പം തന്നെ ഈ വീടിന്റെ ഓണർക്ക് എന്നാണ് സംസാരിക്കാനുള്ളതെന്നും കൂടെ ഒന്ന് കേട്ടോ. എനിക്ക് ജെയിംസുമായിട്ട് പരിചയം വന്നത് BNA മുഖാന്തരമാണ്. അങ്ങനെയാണ് ജെയിംസിന്റെ കമ്പനി യുണീക്ക് എനർജി ആയിട്ടാണ് എനിക്കൊരു ബന്ധങ്ങൾ വരുന്നത്. അവരുടെ സർവീസ് അവർ വന്ന് കണ്ട് അവരുടെ പ്രോജക്ട് എഞ്ചിനീയേഴ്സ് വന്നു കറക്റ്റായിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി. അതും പ്രകാരം ഞാൻ അവരോട് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞു. അത് കാരണം എനിക്ക് പെർ മന്തിൽ എനിക്ക് തോന്നുന്നു എനിക്കൊരു 10,000 റുപ്പീസ് എനിക്ക് കറണ്ട് ബില്ല് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് അത് കറക്റ്റ് ഒരു ഫിക്സഡ് ചാർജിലോട്ട് എന്റെ കറണ്ട് ബില്ല് വന്നു. ആ കാര്യത്തിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. Let's harness the power of the sun to create a brighter, greener future for all. Unique energy, power in your hands.